Bainvengi Taral Travel Ulagam, Yausun Naushad, Koi Vlog Introduce Vus in Lalinga Romanja. ഞാൻ ഇപ്പോൾ സംസാരിച്ച ഭാഷ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. ട്രാവൽ ഉലകത്തിലേക്ക് സ്വാഗതം. ഞാൻ KT നൗഷാദ്. റൊമാൻഷ് ഭാഷയെ പരിചയപ്പെടുത്തുന്നതാണ് ഇത്തവണത്തെ വ്ളോഗ്. ഇതാണ് റൊമാൻഷ് ഭാഷയിൽ പറഞ്ഞത്. അതിജീവന ഭീഷണി നേരിടുന്ന ഈ ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങളിലൂടെയാണ് ഇത്തവണ ട്രാവൽ ഉലകത്തിൻ്റെ യാത്ര. സ്വിറ്റ്സർലൻഡിലേക്ക് യാത്ര പുറപ്പെട്ടപ്പോൾ പ്രധാന സിറ്റികളൊന്നും താമസത്തിന് തിരഞ്ഞെടുക്കാതെ ഈ സ്ഥലത്ത് തന്നെ വരാൻ പ്രധാന കാരണം റൊമാൻഷ് ഭാഷയാണ്. ആൽപ്സ് പർവ്വതത്തിൻ്റെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന കൂർ എന്ന ഈ ചെറുപട്ടണം സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും വലിയ കാന്റണായ അഥവാ സംസ്ഥാനമായ ഗ്രീസൻസിൻ്റെ തലസ്ഥാനമാണ്. സ്വിറ്റ്സർലൻഡിലെ ജനസംഖ്യയുടെ 0.5% പേർ മാത്രം സംസാരിക്കുന്ന ഈ ഭാഷ കേൾക്കാൻ കഴിയുക ഗ്രീസൻസിൽ മാത്രമാണ്. രാജ്യത്തെ 26 കാന്റണിൽ 3 ഭാഷകൾ സംസാരിക്കുന്ന ഒരേയൊരു കാന്റണാണ് ഗ്രീസൻസ്. ജർമ്മൻ, ഇറ്റാലിയൻ എന്നീ ഭാഷകൾക്കൊപ്പം റൊമാൻഷും ഈ കാന്റണിൽ ഔദ്യോഗിക ഭാഷയാണ്. കൂറിലെത്തിയ ആദ്യ ദിവസം തന്നെ ഈ ഭാഷയെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊട്ടടുത്തുള്ള പ്രദേശമായ ഇലാൻസിലേക്ക് വണ്ടി കയറി. മധ്യ-പശ്ചിമ യൂറോപ്പിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയായ റൈൻ നദിയുടെ ഉത്ഭവസ്ഥാനത്തുള്ള ആദ്യ പട്ടണമാണ് ഇലാസ്. അരമണിക്കൂർ കൊണ്ട് അവിടെ എത്തുമ്പോൾ റൊമാൻഷ് ഭാഷയുടെ പ്രചാരകയായ ആലീസ് എന്നെയും കാത്ത് സ്റ്റേഷനിൽ നിൽക്കുന്നുണ്ടായിരുന്നു. റൊമാൻഷ് ഭാഷാകേന്ദ്രം വഴി പരിചയപ്പെട്ട ആലീസ് മാസങ്ങൾക്ക് മുമ്പേ യാത്ര പ്ലാൻ ചെയ്യാൻ ആവശ്യമായ പല വിവരങ്ങളും കൈമാറിയിരുന്നു. ഭാഷയും സംസ്കാരവും വിവരിച്ചു തരാൻ ആവശ്യമായ രേഖകളുമായിട്ടാണ് അവരെത്തിയിട്ടുള്ളത്. ഇലാൻസിൻ്റെ ഊടുവഴികളിലൂടെ നടന്ന് അവർ റൊമാൻസ് ഭാഷയുടെ ചരിത്രവും പ്രത്യേകതയുമൊക്കെ വിശദീകരിച്ചു കൊണ്ടിരുന്നു. റൊമാൻഷിൽ ഒരു കവിതാശകലം കേൾപ്പിച്ച ശേഷം ചില അടിസ്ഥാന വാക്കുകളും പദങ്ങളും വിവരിച്ച് എന്നോട് പറയാൻ ആവശ്യപ്പെട്ടു. ഈ പ്രദേശം 7 നൂറ്റാണ്ടോളം റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നപ്പോൾ ലാറ്റിനും തദ്ദേശീയരുടെ സംസാര ഭാഷയായ റൈറ്റിനും കൂടി ചേർന്ന് ഏകദേശം BC 15 ഉണ്ടായതാണ് റൊമാൻഷ് ഭാഷ. ഇവിടുത്തുകാർ ജോലി തേടി സൂറിക്ക് പോലുള്ള നഗരങ്ങളിലേക്ക് പോവുകയും ജർമ്മൻ സംസാരിക്കുന്നവർ ഇങ്ങോട്ട് കുടിയേറുകയും ചെയ്തതോടെയാണ് ഈ ഭാഷ സംസാരിക്കുന്നവരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞത്. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ പകുതി വരെ ഗ്രീസൻസിലെ ഭൂരിഭാഗവും റൊമാൻഷ് സംസാരിക്കുന്നവരായിരുന്നെങ്കിൽ ഇന്നത് ജനസംഖ്യയുടെ 5-1 കുറഞ്ഞിരിക്കുന്നു. ആൽപ്സ് പർവ്വതത്തിൻ്റെ വ്യത്യസ്ത താഴ്വരകളിൽ പരസ്പരം ബന്ധമില്ലാതെ കഴിഞ്ഞിരുന്ന ഗ്രാമങ്ങളിൽ റൊമാൻഷ് വ്യത്യസ്ത രൂപത്തിൽ സംസാരിച്ചിരുന്നതുകൊണ്ട് ഏകരൂപമില്ലാതെ പോയതും ഈ ഭാഷയുടെ തളർച്ചയ്ക്ക് കാരണമായി. എന്നാൽ ഈ ഭാഷയെയും സംസ്കാരത്തെയും ചേർത്ത് പിടിക്കാൻ റൊമാൻഷ് ഭാഷയെ ഔദ്യോഗിക ഭാഷയാക്കണമെന്ന തീരുമാനത്തിന് സ്വിറ്റ്സർലൻഡിലെ 90% ജനങ്ങളും അനുകൂലമായി വോട്ട് ചെയ്തു. അങ്ങനെ ജർമ്മൻ, ഫ്രഞ്ച്, ഇറ്റാലിയൻ ഭാഷകൾക്കൊപ്പം റൊമാൻഷും രാജ്യത്തിൻ്റെ ഔദ്യോഗിക ഭാഷയായി. ജനങ്ങളിൽ 1% പോലും സംസാരിക്കാത്ത ഈ ഭാഷയെ പരിരക്ഷിക്കാൻ ഇവിടുത്തെ സർക്കാർ ദശലക്ഷക്കണക്കിന് സ്വിസ് ഫ്രാങ്കാണ് വർഷം തോറും ചിലവിടുന്നത്. റൊമാൻഷ് ഭാഷയുടെ പ്രചാരണത്തിനും പ്രോത്സാഹനത്തിനുമായി സ്ഥാപിക്കപ്പെട്ടതാണ് ഈ കേന്ദ്രം. ഇലാൻസിലുള്ള ഈ കേന്ദ്രം ലിയ റൊമാഞ്ചയുടെ പ്രാദേശിക കേന്ദ്രമാണ്. 1982 മുതൽ കൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ സംരംഭത്തിന് കീഴിൽ ആകെ 5 കേന്ദ്രങ്ങളാണുള്ളത്. ആലീസിനെ പോലെ നിരവധി പേർ ഈ കേന്ദ്രത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ കൂറിലുള്ള ലിയ റൊമാഞ്ചയുടെ ആസ്ഥാന കേന്ദ്രത്തിലേക്കും പോയി.
ആൽപ്സിന്റെ മടിത്തട്ടിൽ തന്നെയാണ് ഈ ഭാഷാ കേന്ദ്രവും. സ്ഥാപനത്തിന്റെ തലവനായ ഡാനിയൽ ടെല്ലി റൊമാൻഷിന്റെ സംരക്ഷണത്തിനും പ്രചാരണത്തിനുമായി നടക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾ വിവരിച്ചു. ഗ്രീസൻസിൽ റൊമാൻഷ് ഭാഷ നിലവിലുള്ള 5 ഇടങ്ങളിലും 5 രൂപത്തിലാണ് സംസാരിക്കുന്നതും എഴുതുന്നതും. സങ്കീർണതകൾ ഒഴിവാക്കാൻ റൊമാൻഷ് ഭാഷയുടെ എല്ലാ ഭാഷാഭേദങ്ങൾക്കും കൂടി ഒരു പൊതുരൂപമുണ്ടാക്കിയാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. പുതിയ സാങ്കേതിക വിദ്യയും സോഷ്യൽ മീഡിയയുമൊക്കെ ഭാഷയുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തെ ഏറെ സഹായിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കുട്ടികൾക്കുള്ള പാഠപുസ്തകങ്ങൾ മുതൽ നിയമപുസ്തകങ്ങൾ വരെ റൊമാൻഷ് ഭാഷയിൽ തയ്യാറാക്കുന്നത് ഈ കേന്ദ്രത്തിൻ്റെ സഹകരണത്തോടെയാണ്. റൊമാൻഷ് കോഴ്സുകൾ, പ്രമുഖ കൃതികളുടെ പരിഭാഷ, സാംസ്കാരിക പരിപാടികൾ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾക്ക് ഈ സെന്റർ നേതൃത്വം നൽകുന്നു. സ്വിസ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന്റെ കീഴിലുള്ള റൊമാൻഷ് റേഡിയോ ടെലിവിഷൻ കേന്ദ്രത്തിലേക്കും ആലീസ് എന്നെ കൊണ്ടുപോയി. RTR എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മാധ്യമ സ്ഥാപനത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും പ്രവർത്തനങ്ങൾ അവിടുത്തെ ജീവനക്കാർ സമയമെടുത്ത് വിവരിച്ചു തന്നു. റേഡിയോയിലൂടെയും TV-യിലൂടെയും മാത്രമല്ല, സോഷ്യൽ മീഡിയ വഴിയും വിനോദ പരിപാടികളും വാർത്താധിഷ്ഠിത പരിപാടികളും ജനങ്ങളിൽ എത്തിക്കുന്നുണ്ട്. റൊമാൻഷിന് സ്വന്തമായി TV ചാനൽ ഇല്ലെങ്കിലും സ്വിസ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ മറ്റു ചാനലുകൾ വഴിയാണ് പരിപാടികൾ സംപ്രേഷണം ചെയ്യുന്നത്. കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക പരിപാടികളും ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. റൊമാൻഷ് റേഡിയോ വഴിയുള്ള വാർത്താവതരണമാണിത്. എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അവരെനിക്കു നേരെ മൈക്കു നീട്ടി. സ്വിറ്റ്സർലൻഡ് സന്ദർശനത്തെക്കുറിച്ചും ഭാഷയെക്കുറിച്ചുമൊക്കെ അവർ ചോദിച്ചു. ആ അഭിമുഖം പിന്നീട് RTR-ൽ സംപ്രേഷണം ചെയ്തു. Yo hai nom Naushad. Du vivel a Bahrain i Sundelsin Viseta Tier RTR. റൊമാൻഷിന്റെ അംബാസഡർ ആകുമോ എന്ന ചോദ്യത്തോട് ഇങ്ങനെ പ്രതികരിച്ചു. It's not my language, it's my duty to support all the efforts to protect this language. So I'll be an ambassador, definitely. തിരിച്ചു പോരുമ്പോൾ RTR-ന്റെ ഈ സ്നേഹോപഹാരവും കൈമാറി. ഒരു ഭാഷയുടെ മരണമെന്നത് ഒരു സംസ്കാരത്തിൻ്റെ മരണമാണ്. ഇന്ത്യയിലെ 200ഓളം ഭാഷകൾ ഉൾപ്പെടെ ലോകത്തിലെ 3000ഓളം ഭാഷകൾ വംശനാശത്തിൻ്റെ വക്കിലാണ്. കേരളത്തിലെ കുറക് ഭാഷയും ഇതിൽ ഉൾപ്പെടും. റൊമാൻഷിൻ്റെ ജീവൻ നിലനിർത്താൻ ഈ രാജ്യവും ജനങ്ങളും നടത്തുന്ന പ്രവർത്തനങ്ങൾ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുള്ളവർക്കും മാതൃകയാണ്. അടുത്ത ദിവസം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് താമസ സ്ഥലത്തേക്ക് നടക്കുമ്പോഴാണ് റോഡരികിൽ ഇത് കണ്ടത്. പഴയ സിനിമകളിൽ കണ്ടിട്ടുള്ള സ്മോക്കിംഗ് പൈപ്പിൻ്റെ വലിയ രൂപമാണിതെന്ന് വിചാരിക്കേണ്ട. ഇതാണ് ആൽപ്പ് ഹോൺ. ഇപ്പോൾ സംഗീത ഉപകരണമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. പശുക്കളെ മേച്ചിൽപ്പുറങ്ങളിൽ നിന്ന് വിളിച്ചു വരുത്താനായി ആൽപ്സിലെ ഇടയന്മാർ ഉപയോഗിച്ചിരുന്ന ഉപകരണമായിരുന്നു ഇത്. തൊട്ടടുത്ത ആൽപ്സ് പർവ്വതത്തിലെ ഇടയന്മാരുമായോ താഴ്വരയിലെ ജനങ്ങളുമായോ വിനിമയം നടത്താനും ഈ ഹോൺ ഉപയോഗിച്ചിരുന്നു. ചർച്ചുകളിലെ വൈകുന്നേര പ്രാർത്ഥനയ്ക്ക് ക്ഷണിക്കാനും ഇത് ഉപയോഗിച്ചിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ ചീസ് ഉൽപ്പാദനം ആൽപ്സ് പർവ്വതങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലെ ഡയറികളിലേക്ക് മാറിയതോടെയാണ് ആൽപ്സ് ഹോണിൻ്റെ ഉപയോഗം കുറഞ്ഞത്. പിന്നീട് ആൽപ്പ് ഹോൺ സംഗീത ഉപകരണമായി. ഇന്നിപ്പോൾ സ്വിറ്റ്സർലൻഡിൻ്റെ സാംസ്കാരിക ചിഹ്നമാണ് ആൽപ്പ് ഹോൺ. അത്ര എളുപ്പമല്ലാത്ത ഈ സംഗീത ഉപകരണം വായിക്കാനറിയുന്ന 1800ഓളം പേർ ലോകത്താകെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് കാണാൻ നിന്നവരുടെ കൂട്ടത്തിൽ നിന്ന് കൈയടിച്ച കുട്ടിക്കും അവർ ഒരവസരം നൽകി.
ആൽപ്പ് ഹോൺ ഞാനും ഒന്ന് പരീക്ഷിച്ചു നോക്കി. ഇപ്പോൾ ഇങ്ങനെ ആൽപ്പ് ഹോൺ വായിക്കാൻ കാരണമെന്താണെന്ന് ചോദിച്ചപ്പോൾ തൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിൻ്റെ വിളംബരമാണിതെന്ന് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഓഷ്വാൾഡ് പറഞ്ഞു. അടുത്ത ഒരു സ്ഥലത്തെ പ്രകടനത്തിന് ശേഷം പ്രകാശനം നടക്കുമെന്നും അങ്ങോട്ട് വരണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഹെയർ സ്റ്റൈലിസ്റ്റായി ജോലി ചെയ്തിരുന്ന അദ്ദേഹം 55 വയസ്സായപ്പോൾ ജോലി നിർത്തി യാത്ര തുടങ്ങി. And so this is always much fun and people take much photos from this, but then I found with 55 years old to stop the shop, to stop the work and go to travel. സ്വന്തം ബോട്ടിൽ മെഡിറ്ററേനിയൻ കടലിലൂടെ നടത്തിയ യാത്രയുടെ വിവരണമാണ് ജർമ്മൻ ഭാഷയിലുള്ള ഈ പുസ്തകത്തിൽ. And it has the story from the traveling, but also much stories with VIP people from St. Moritz, my clients, and it's also an autobiography of my life. Then I had a very interesting life, and so now the book is here and I present it tonight here for the people. പകൽ മുഴുവൻ കറങ്ങിയതിൻ്റെ ക്ഷീണമുള്ളതിനാൽ പുസ്തകം പ്രകാശനം ചെയ്യുന്ന ചടങ്ങിന് നിൽക്കാതെ ഞാൻ റൂമിലേക്ക് മടങ്ങി. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അക്കാര്യം മറന്നു പോകണ്ട. പുതിയ വീഡിയോ മിസ്സാവാതിരിക്കാൻ ബെൽ ക്ലിക്ക് ചെയ്യണം. ഫേസ്ബുക്കിൽ ട്രാവൽ ഉലകം എന്ന പേജ് നിങ്ങളുടെ ലൈക്കിനായി കാത്തിരിക്കുന്നുവെന്നും ഓർമ്മിപ്പിക്കുന്നു.